കോട്ടയം ഏറ്റുമാനൂരിൽ അപരിചിതൻ വീട് ആക്രമിച്ചു. ഡോക്ടർ സിനി ജോർജിന്റെ വീടാണ് പുലർച്ചെ ആക്രമിച്ചത്. പ്രതിയെ പോലീസ് പിടികൂടി. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായാണ് സംശയം. ഷിനോജ് ഉണ്ട് വിവരങ്ങളുമായി. ഷിനോജ്, ഇത്തരത്തിൽ നേരത്തെയും എന്തെങ്കിലുമൊക്കെ അക്രമ പ്രവർത്തികൾ ചെയ്തിരുന്ന ആളാണോ? എന്തുകൊണ്ടാണ് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി പറയുന്നത്? വിശദാംശങ്ങൾ എന്താണ്? പോലീസിന് അത്തരത്തിലുള്ള ചില സംശയങ്ങളാണ് നിലവിൽ ഉള്ളത്. ഇന്ന് പുലർച്ചെ 5:15 ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വീട്ടിൽ ഇത്തരത്തിൽ തീർത്തും അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. 2 കാർ, ഈ വീട്ടിലുണ്ടായിരുന്ന 2 കാർ പൂർണ്ണമായും തല്ലി തകർത്തു. ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇവിടെ ഈ കാറിൻ്റെ പുറകിലത്തെ ചില്ല് അടിച്ച് തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപിലത്തെ ചില്ലും അടിച്ച് തകർത്ത നിലയിലാണ് നിലവിൽ ഉള്ളത്. 5:15 കൂടി ഇത്തരത്തിൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാൾ ഇറങ്ങി വരുന്നു. തുടർന്ന് ഈ വീട്ടിലേക്ക് എത്തി. ആർക്കും അറിയില്ല, ഈ വീട്ടിലുള്ള ആർക്കും തന്നെ അറിയില്ല ഇത് ആരാണെന്ന് പോലും അറിയില്ല. അങ്ങനെ വന്ന് ആക്രമിക്കുകയായിരുന്നു. മാത്രമല്ല വീടിൻ്റെ ജന്നൽ അടിച്ചു തകർത്തു. വാതിൽ പലതവണ ചട്ടിയും കല്ലുമൊക്കെ ഉപയോഗിച്ച് അത് പലതവണ അടിച്ച് തുറക്കാൻ നോക്കി. ആ തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. മറ്റൊരു കാറ് കാണാം. കാറ് പൂർണ്ണമായും തകർത്ത നിലയിലാണ്. അതിൻ്റെ ബേക്കിലത്തെ ഗ്ലാസ്, പുറകിലുള്ള ഗ്ലാസ് പൂർണ്ണമായും അടിച്ച് തകർത്തു. ആ തരത്തിലുള്ള ആക്രമണമാണ് ഈ പ്രതിയായിട്ടുള്ള ആൾ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റുമാനൂർ പോലീസ് പ്രതിയെ ഉടൻ തന്നെ പിടികൂടുകയും ചെയ്തു. എന്തായാലും ഈ വീട്ടിലെ ഉടമസ്ഥർ കൂടി നമുക്ക് വെച്ചേരുകയായിരുന്നു. നേരത്തെ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളാണല്ലേ? ഒരു പരിചയമില്ലാത്ത ആളാണ്. തീർത്തും കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ രാവിലെ 5 മണിക്ക് എന്തോ സൗണ്ട് കേട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഡോറിൽ ഭയങ്കരമായിട്ട് ഇടിച്ചു പൊളിക്കാൻ നോക്കുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം പേടിച്ച് ചാടി എഴുന്നേറ്റ് ഉടനെ ഞങ്ങൾ പോലീസിൻ്റെ എമർജൻസി നമ്പർ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു 5 മിനിറ്റിനകം ആൾ വരും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും വിറച്ചു പോയി. കാരണം ഇപ്പോൾ പൊളിക്കുന്ന മട്ടില്ല ഡോറിലോട്ട് ഇടിക്കുന്നത്. എന്ത് വെച്ചാൽ ഇടിക്കുന്ന തരത്തില്ല. ഭയങ്കര സൗണ്ടിൽ എന്തോ കിടന്ന് അലറുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ക്യാമറ നോക്കുമ്പോൾ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് കാണാം. പിന്നെ നോക്കുമ്പോൾ വണ്ടിയിലെ പൂച്ചട്ടി എടുത്തിട്ട് കാറിൻ്റെ ഗ്ലാസ്സിൽ ആദ്യം ഇടിച്ചിട്ട് പൊട്ടിയില്ല. ആൾ അടുത്തെടുത്തിട്ട് ഭയങ്കര ശക്തിക്ക്. പിന്നെ വേറെ ആൾ തപ്പി കല്ലെടുത്ത് നിന്നിട്ട് അടുത്ത കാറിൻ്റെ ഇത് പുതിയ കാറാണോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൾ ഗ്ലാസ് വഴി. അപ്പം അത്ര ബോധമില്ലായിക്കൊന്നും തോന്നില്ല, പക്ഷേ മാനസിക രോഗിയൊന്നും തോന്നില്ല. നല്ല ബോധത്തോടുകൂടി എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ അറിയുന്ന പേരോ ഒന്നുമല്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല ഇതുവരെ. ഞങ്ങൾ ശരിക്കും വിചാരിച്ച് പൊളിച്ച് അകത്ത് കയറി ആക്രമിക്കുന്ന വിചാരിച്ചത്. അല്ല, അപ്പോഴത്തേക്കും പോലീസ് നാളെ പിടിച്ചു. ഷർട്ടില്ലായിരുന്നു. ഞങ്ങൾ 5:15 രാവിലെ പള്ളിയിൽ പോകാനായിട്ട് എഴുന്നേറ്റ്. ഏറ്റുമാനൂരാണ് സംഭവം നടന്നത്. തീർത്തും അപരിചിതനായ ഒരാൾ പുലർച്ചെ വീട്ടിലേക്ക് എത്തി വാഹനങ്ങളും വീടുമൊക്കെ തല്ലി തകർക്കുകയാണ് ഉണ്ടായത്.